പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിൻ്റെ 19-ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖത്തിൻ്റെ 4-ാം ദിവ്യരഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നു, എൻ്റെ പുത്രനായ ഈശോയുടെ ആ കുരിശിലേക്ക്, അവിടുത്തെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കുവിൻ. ഈശോ വഹിച്ച കുരിശിന് വളരെയേറെ ഭാരമുണ്ടായിരുന്നു. അവിടുത്തെക്കാൾ വലിയ ഒരു കുരിശ്. പ്രിയമുള്ളവരെ, ഈശോ ആ കുരിശെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരുപാട് സ്നേഹത്തോടുകൂടെ പൂർണ്ണമായ മനസ്സോടെ ആണ് ഈശോ ആ കുരിശ് ഏറ്റെടുത്തത്. കാരണം ആ കുരിശിലെ ഭാരം ചുമക്കുന്നതിലൂടെ ലോകത്തിൻ്റെ പാപങ്ങളുടെ ഭാരമാണ് ഈശോ ചുമന്നത്. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ, നമ്മുടെ മേൽ വന്നുഭവിച്ച പിശാചിന്റെ ആധിപത്യം എടുത്തു മാറ്റാൻ, നമ്മുടെ കുനിഞ്ഞുപോയ ശിരസിനെ ഉയർത്തി നിർത്താൻ, നമ്മുടെ മേലുള്ള പിശാചിന്റെ ആധിപത്യം, നമ്മുടെ മേൽ വന്നു ചേർന്ന ശാപങ്ങൾ, നമ്മുടെ മേൽ വന്നു ചേർന്ന മരണം, അതുപോലെ സാത്താന്റെ ആധിപത്യം എല്ലാം എടുത്തു മാറ്റാൻ വേണ്ടി ഈശോ ആ കുരിശ് അവിടുന്ന് സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തു. ഇന്ന് ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ്, ഈശോ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ അനുദിന കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോയെ അനുഗമിക്കുന്നവരാണോ എന്ന് ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുരിശുകൾ നമുക്കുണ്ട് പ്രിയമുള്ളവർ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ രോഗാവസ്ഥകളായിരിക്കും, മാറാത്ത രോഗങ്ങൾ, തീരാവ്യാധികൾ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, മക്കളെ കുറിച്ചുള്ള ആകുലതകൾ, സാമ്പത്തിക മേഖലയിലെ അസ്വസ്ഥതകൾ, ജീവിത പങ്കാളിയെ സംബന്ധിച്ചുള്ള നമ്മുടെ അസ്വസ്ഥതകൾ ഒരുപാടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ഈ തകർച്ചകളുടെ മധ്യത്തിൽ നമ്മുടെ കുരിശുകളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്ന് പരിശുദ്ധ അമ്മ ഇന്ന് ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോ വഹിച്ച കുരിശ് ഭാരമുള്ളതായിരുന്നു എങ്കിലും ആ കുരിശ് ഉപേക്ഷിക്കാനായിട്ട് ഈശോ തയ്യാറായില്ല. നമ്മുടെ ജീവിതത്തിലും ഈ കുരിശുകളെ എനിക്ക് വേണ്ട എന്നല്ല നമ്മൾ പറയേണ്ടത്. കർത്താവേ, ഈ കുരിശിന് ഭാരമുണ്ട്, ഈ കുരിശെടുക്കാനുള്ള ശക്തി, ഈ കുരിശെടുക്കാനുള്ള ഒരു ആത്മീയ ബലം എനിക്ക് തരണമേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിത കുരിശുകൾ എടുത്തുകൊണ്ട് കർത്താവിന്റെ പുറകെ നടക്കുമ്പോൾ അത് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറുന്നു. ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമ്മുടെ കുരിശുകളെ വഹിക്കുമ്പോൾ, അവൻ നടന്ന വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ നമുക്കൊരിക്കലും ഭാരമുള്ളതായിട്ട് തോന്നുകയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കിടെ അനുദിന കുരിശുകൾ എടുക്കാനുള്ള വലിയ കൃപ നമുക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മറ്റുള്ളവരുടെ കുരിശുകൾ എടുക്കാൻ അവരെ നമ്മൾ സഹായിക്കുക. പ്രിയമുള്ളവരെ, ജീവിത കുരിശുകളുടെ മധ്യേ കർത്താവിലേക്ക് കണ്ണുകളെ ഉറപ്പിക്കുക. കർത്താവിലേക്ക്, ഈശോയിലേക്ക് നോക്കാനുള്ള കൃപ നമുക്കുണ്ടാകണം. നമ്മുടെ ശിരസുകൾ ചാഞ്ഞു പോകരുത്. ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ രക്ഷകനും നാഥനുമായ ഈശോ ഒരുപാട് സ്നേഹത്തോടുകൂടെ, അവിടുന്ന് പൂർണ്ണ മനസ്സോടുകൂടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശെടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലെ കുരിശുകളും രക്ഷാകരമാക്കി മാറ്റാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയും കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈശോയുടെ പുറകെ
നടന്നവളാണ്. ഈശോയുടെ പുറകെ നടന്നവളാണ്. ഈശോ ഏറ്റെടുത്ത കുരിശുകളുടെ ഭാരം പരിശുദ്ധ അമ്മ സ്വന്തം ഹൃദയത്തിലും ഏറ്റുവാങ്ങി. ആ അമ്മയോട് ചേർന്ന് ഈ രക്ഷാകര രഹസ്യത്തെക്കുറിച്ച് ഈ ദിവസം നമുക്ക് ധ്യാനിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലും ഒരുപാട് കുരിശുകളുണ്ട്. രോഗമായിട്ടും അതുപോലെ തകർച്ചയായിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കുരിശുകളെ രക്ഷാകരമാക്കാനുള്ള കൃപ എനിക്ക് തരണം. നിയോഗത്തോടുകൂടെ ഈ കുരിശെടുക്കാൻ എന്നെ സഹായിക്കണം. എഫെസ്യർക്കെഴുതിയ ലേഖനത്തിലെ 6-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന വണ്ണം സന്മനസ്സോടെ നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുവിൻ. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ത്യാഗമുണ്ട്, ഭാരമുണ്ട്. പ്രിയമുള്ളവരെ, അത് യേശു ക്രിസ്തുവിനെ പ്രതി, അത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് രക്ഷാകരമായിട്ട് മാറുന്നു. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.